അഗെയിൻ F3 വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. സെക്കൻഡ് ഡേ ഓഫ് ശ്രീനഗർ. നമുക്ക് പെഹൽഗമായിരുന്നു നമ്മളുടെ എയിം. ഇപ്പോൾ സോനാമാർഗിൽ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസസ് ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഷെയർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഇന്ന് പെഹൽഗമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഗൊണ്ടോള റൈഡ്. പെഹൽഗം പോയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇനി പെഹൽഗം പോവാനിരിക്കുന്ന ആൾക്കാരായാലും ഒരിക്കലും മിസ് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്ന ഒരു സംഭവമാണ് ഗൊണ്ടോള റൈഡ്. ഗൊണ്ടോള റൈഡിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഒരു കേബിൾ കാർ പോലൊരു സംവിധാനം തന്നെയാണ് ഇത്. നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവർ ആ സിബ് ലൈനിലൂടെ ഫുൾ ഈ ഗൊണ്ടോള റൈഡ് ട്രാവൽ എന്ന് പറയുന്നത് ഓവർ ദ ടോപ്പ് ഓഫ് ഹിമാലയാസ് ആയിരിക്കും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് വ്യൂവിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു എലിവേഷൻ ഹൈറ്റ് കൂടിയാണ് വരിക. ആദ്യം നമ്മളൊരു ബേസ്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു സിബ് ലൈൻ കണക്റ്റിംഗ് ആണ്. ആ സിബ് ലൈനിലൂടെ ഗൊണ്ടോള റൈഡ് മൂവ് ചെയ്ത് മേലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ചില ഗൊണ്ടോള റൈഡ്സ് തിരിച്ചിങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ ബിറ്റ്വീൻ കുറച്ച് ഐസി ഏരിയാസ് കാണാം. അപ്പോൾ ഈ എലിവേഷൻ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വ്യൂ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവമായിരുന്നു നമ്മുടെ ഗൊണ്ടോള റൈഡ് എന്ന് പറയുന്നത്. ഇവർ ഈ റൈഡിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഫൈനലി നമ്മളെ കൊണ്ട് എത്തിക്കുക ഒരു ഹിമാലയാസ് ഹില്ലി ഏരിയാസിൻ്റെ ഒരു പീക്ക്, അതായത് ഫുൾ ഐസ് കവേർഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് സ്നോ കവേർഡ് ആയിട്ടുള്ള ഒരു ഹില്ലി ഏരിയയിൽ കൊണ്ടുപോയിട്ട് നമ്മളവർ എത്തിക്കുക. പിന്നെ റെസ്റ്റോറൻറ്റ്സ് കൂടാണ്ട് അവിടുത്തെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് സ്നോ ആക്ടിവിറ്റീസാണ്. അതിൽ സ്നോയിൽ നമ്മൾ വെറുതെ കളിക്കുക എന്നതിലുപരി സ്നോ ആക്ടിവിറ്റീസ് അവിടെ കുറേ ഉണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ സ്കേറ്റിംഗ്. നമുക്ക് സ്കേറ്റിംഗ് ചെയ്യാൻ ഒരു ഗൈഡും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ എൻഡ് ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു സെക്ഷനൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൊണ്ടോള റൈഡ് അവർ ആ സിബ് ലൈൻ കണക്ട് ചെയ്തിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഇനീഷ്യലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ഏരിയാസിൽ ഇൻ ബിറ്റ്വീൻ ഗ്രാസും പെബിൾസും ഒക്കെ ഉണ്ടാവും. അതും ഐസി ആയിട്ടുള്ള ഏരിയാസും മിക്സഡ് ആയിട്ടായിരിക്കും. പക്ഷേ എലിവേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ആ ഫുൾ ഹില്ലി ഏരിയ കംപ്ലീറ്റ് നമുക്ക് ആ വ്യൂവിൽ കാണാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് സ്നോ കവേർഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അവിടെ ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ ഉണ്ട്. ആ ഡെസ്റ്റിനേഷനിലാണ് അവർ നമ്മളെ കൊണ്ട് ഇറക്കുന്നതും സ്നോ ആക്ടിവിറ്റീസൊക്കെ വരുന്നതും. ഇതിൽ വേറൊരു കൗതുകം ആയിട്ട് ഒരു കാര്യം ഞങ്ങൾ നോട്ടീസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ വളരെ റെയറായിരുന്നു, പക്ഷേ ഒരു 10 മെമ്പേഴ്സോളം അവിടെ ആയിട്ട് അവർ നടന്ന് ഈ ഫുൾ, അതായത് താഴെ നമ്മൾ നോക്കുന്ന സമയത്ത് അവർ നടന്ന് ഫുള്ള് ഇത് എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടാവാം, പക്ഷെ ഞങ്ങൾ ആ ഒരു റിസ്ക് എടുത്തില്ല. നടന്ന് അവർ ഈ ഒരു ഫുൾ കംപ്ലീറ്റ് ഹിമാലയാസ് കയറി അവർ ആ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ഹിമാലയസും കയറി അവരുടെ ഡെസ്റ്റിനേഷൻ എത്തുക എന്നുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ചില ജംഗ്ഷൻസിലൊക്കെ ആൾക്കാർ റെസ്റ്റ് ചെയ്യുന്ന ഒക്കെ ഞങ്ങൾ കണ്ടിരുന്നു ഈ ഒരു ജേണിയിൽ. അപ്പം അങ്ങനെ എൻജോയ് ചെയ്ത് വരുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ പക്ഷേ അതിന് കുറച്ചൊരു ഫിസിക്കലി നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഫിറ്റുമായിരിക്കണം എന്നെനിക്ക് തോന്നണം. കാരണം അത് അത്ര എളുപ്പമല്ല കാണുന്നത് പോലെ. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ ഇൻ ബിറ്റ്വീൻ ഈ സിബ് ലൈൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റിനാസ് പോലെ ഓരോ സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഓരോ സിബ് ലൈനും കണക്ട് ചെയ്ത് ആ സിബ് ലൈൻ വഴിയാണ് പിന്നെ നമ്മളെ ഗൊണ്ടോള റൈഡ് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇൻഎക്സ്പ്ലിക്കബിൾ എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആൻഡ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഗുൽമർഗിലെ ഗൊണ്ടോള റൈഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ ആ ഏരിയയൊക്കെ വിട്ട് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് ഏതാണ്ട് ആ ഒരു ഹില്ലി ഏരിയ ഫുള്ളി സ്നോ കവേർഡ് ആയിട്ടുള്ളൊരു സെക്ഷനിലേക്ക് നമ്മൾ എത്തി. ഇനി കുറച്ചും കൂടിയും ദൂരം അവർ ട്രാവൽ ചെയ്യിപ്പിക്കും നമ്മളെ. എന്നിട്ടായിരിക്കും നമ്മളവിടെ ലാൻഡ് ചെയ്തിട്ടുള്ള സ്നോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ.
ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും നമ്മൾ ഈ ഫിലിമിലൊക്കെ ഇങ്ങനെ കണ്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു ഒരു ഫണ്ണും കാര്യങ്ങളുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ സ്നോ എടുത്തെറിഞ്ഞ് കളിക്കലും സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് ഈ ഒരു ഏരിയയിനോട് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സെക്ഷനിൽ തന്നെയാണ് ഐസ് സ്കേറ്റിംഗ് ആക്ടിവിറ്റീസൊക്കെ. അപ്പോൾ ഐസ് സ്കേറ്റിംഗ് ആക്ടിവിറ്റീസ് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോ ഗൈഡ് ഉണ്ടാവും. ഐസ് സ്കേറ്റിങ്ങിന് നമുക്ക് ചെയ്യാൻ നമ്മളെ തനിയെ അവർ സ്കേറ്റിങ്ങിൻ്റെ ഇതിലേക്ക് വിട്ടിട്ട് അവർ സമ്മതിക്കില്ല. ഓരോ ആൾക്കാരൊപ്പം അക്കമ്പനി ചെയ്യാൻ ഓരോ ഗൈഡ് ഉണ്ടാവും. കാരണം നമ്മൾ ഈ കാണുന്നത് പോലെയല്ല, മേലെ കുറേ ഐസി ഏരിയാസ് ആണെങ്കിലും ഫുൾ സ്നോ കവേർഡ് ആണെങ്കിലും താഴെ ഭയങ്കര ഹാർഡാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു പരിചയം ഇല്ലാത്തതുകൊണ്ട് ആ സ്കേറ്റിങ്ങിൻ്റെ ആ കൺട്രോൾ, ആ 2 ലെഗും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ വെച്ചാൽ മാത്രമേ നമുക്ക് ആ സ്റ്റിക്ക് ഉപയോഗിച്ച് കുത്തി ആ കറക്റ്റ് അലൈൻമെൻറ്റിൽ നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റും. കാരണം സ്കിഡാവാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പം അത് കുറച്ചൊരു കെയർഫുള്ളായി ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തിരി ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ചെറിയ ആൾ, എൻ്റെ നീസ് അല്ലു, അവൾക്കും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അവളെ ഗൈഡ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. സ്കേറ്റിംഗ് കൂടാണ്ട് നമുക്ക് വേറൊരു ആക്ടിവിറ്റിയും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അതായത് അതിൻ്റെ കറക്റ്റ് പേര് ഞാൻ ആലോചിക്കുന്നില്ല. നമ്മളതിലിരുന്നിട്ട് അവരൊരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് നമ്മളെ പുഷ് ചെയ്യും. അപ്പോൾ ഭയങ്കര ഫോഴ്സിൽ നമ്മൾ താഴോട്ട് സ്ലൈഡ് ചെയ്ത് സ്നോയിലൂടെ പോകും. അപ്പോൾ അങ്ങനെ ഒരു ആക്ടിവിറ്റിയും കൂടിയും നമ്മളിവിടെ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ കുറച്ച് കഴിഞ്ഞ് അത് കാണാൻ പറ്റും. ആ ഒരു ചെറിയൊരു എന്താ പറയുക, അതിൻ്റെ ഒരു പർട്ടിക്കുലർ പേര് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു വുഡൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ കാണുന്നതാണ്. അപ്പോൾ അതും നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗും ഗുൽമർഗ് വ്ളോഗും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ F3 വ്ളോഗ്സ് സപ്പോർട്ട് ചെയ്യുക. ബാക്കി കുറേ ഇനിയും വിശേഷങ്ങൾ പങ്കുവയ്ക്കാണ്ട്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.